നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ ഇവയെ പറ്റിയാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യ വിളകളാണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാലത്ത് നമ്മുടെ വയലുകളിലെല്ലാം ചാമയും തിനയും ചോളവും കൂവരകുമെല്ലാം കൃഷി ചെയ്തിരുന്നു. അന്ന് ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഈ മില്ലറ്റുകൾ പാസ്തയായിട്ടും ബിസ്ക്കറ്റായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ആയിട്ടും മൾട്ടിഗ്രെയിൻ ആട്ട എന്നിങ്ങനെ രൂപത്തിൽ വിപണിയിൽ വരുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ചും പ്രമേഹം, ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങളെല്ലാം ധാരാളം കണ്ടുവരുന്നുണ്ടല്ലോ ഇപ്പോഴും. ഇക്കാലത്ത് ഇവയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറഞ്ഞ തോതിൽ കൊഴുപ്പും ഊർജവും ഉയർന്ന അളവിൽ പ്രോട്ടീനും ഭക്ഷ്യനാരും ധാതു ലവണങ്ങളും അടങ്ങിയ ഭക്ഷണമാണ് ജീവിതശൈലി രോഗങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു മാന്ത്രിക ശക്തിയുള്ള ഭക്ഷണമാണ് മില്ലറ്റുകൾ. ഇവയെ നമുക്ക് സൂപ്പർ ഫുഡ് എന്നും വിശേഷിപ്പിക്കാം. ഇനി നമുക്ക് മില്ലറ്റ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കാം. ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മില്ലറ്റ്സ് സഹായിക്കുന്നുണ്ട്. ചെറുധാന്യങ്ങളിൽ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് വിശപ്പിനെ കുറയ്ക്കാൻ സഹായിക്കും. വേഗത്തിൽ വിശപ്പ് ശമിക്കുന്നത് കൊണ്ട് തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നു. മില്ലറ്റ്സിൽ നാരുകളും ഫൈറ്റോ ന്യൂട്രിയൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ വൻകുടലിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ മില്ലറ്റിൽ അടങ്ങിയിട്ടുള്ള ലിഗ്നിൻ എന്ന ഫൈറ്റോ ന്യൂട്രിയൻറ്റ് വൻകുടലിൽ മാമലിയൻ ലിഗ്നിനായി രൂപപ്പെട്ട് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത തടയുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. മില്ലറ്റിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് ധമനികളുടെ പേശികളെ ആയാസപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആസ്മയുടെ തീവ്രത, മൈഗ്രെയിൻ്റെ കാഠിന്യം ഇവയ്ക്ക് കുറയ്ക്കുന്നതിന് മില്ലറ്റ് സഹായിക്കുന്നുണ്ട്. മില്ലറ്റ് പതിവായി കഴിക്കുന്നവർക്ക് ഹൃദ്രോഗത്തിനുള്ള സാധ്യതയും കുറവാണ്. അതുപോലെ തന്നെ മില്ലറ്റിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അത് രക്താതിമർദ്ദം തടയുന്നതിന് സഹായിക്കുന്നുണ്ട്. രക്തചംക്രമണം പ്രോത്സാഹിപ്പിക്കുന്നു. മില്ലറ്റ് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുകയും ഹൃദയാഘാതം, മറ്റ് കൊറോണറി രോഗങ്ങൾ എന്നിവ തടയുന്നതിനും മില്ലറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൾസ് നിരക്ക് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗികളിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമപ്പെടുത്തുന്നതിനും മില്ലറ്റ് സഹായിക്കുന്നുണ്ട്. പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു. മില്ലറ്റുകൾ കുറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയ ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് പോലെ മില്ലറ്റ് കഴിച്ചാൽ അത്ര പെട്ടെന്ന് കൂടില്ല. അതുകൊണ്ട് തന്നെ മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന് ഒരുപാട് റോളും വരുന്നില്ല. ടൈപ്പ് 2 പ്രമേഹം മൂലം ഉയരാവുന്ന പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ മില്ലറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഉറവിടാണ് മില്ലറ്റുകൾ. മില്ലറ്റുകൾ അടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നു. ഇത് പ്രായമാകുന്ന പ്രക്രിയ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഹൃദയാഘാതം തടയുന്നു. മില്ലറ്റിന് ഹൃദയാഘാതം തടയാനുള്ള ശക്തിയുണ്ട്. ഇവയിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യമാണ് ഇതിന് സഹായിക്കുന്നത്. ആസ്മ തടയുന്നു. ആസ്മയും മറ്റ് ശരീര സംബന്ധമായ പ്രശ്നങ്ങളും നിയന്ത്രിക്കാൻ മില്ലറ്റ് മികച്ചതാണ്. മോശം കൊളസ്ട്രോളിനെ ചെറുക്കുന്നു. കൊളസ്ട്രോൾ കാരണമുണ്ടാകുന്ന ശരീര പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് മില്ലറ്റ്. വൈറ്റമിൻ B3 അടങ്ങിയ ചെറുധാന്യങ്ങളുണ്ട്. കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇത് സഹായിക്കും. ഇങ്ങനെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നത് വഴി ഈ ചെറുധാന്യങ്ങൾ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുകയും കൂടെ തന്നെ ഗാൽസ്റ്റോൺ കുറയ്ക്കുക കൂടെ മില്ലറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മസിൽസ് ഉണ്ടാകുന്നതിനും മില്ലറ്റ് സഹായിക്കുന്നുണ്ട്. പ്രോട്ടീൻ അടങ്ങിയ ധാന്യമാണ് മില്ലറ്റ്. ഇതിലടങ്ങിയിട്ടുള്ള ലിസിൻ എന്ന അമിനോ ആസിഡ് പേശികളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നുണ്ട്. മെലിഞ്ഞ് നല്ല ബലമുള്ള പേശി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മില്ലറ്റ് സഹായിക്കുന്നുണ്ട്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ഫുഡാണ് മില്ലറ്റ്. നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മില്ലറ്റ് സഹായിക്കുന്നുണ്ട്. മില്ലറ്റിൽ അടങ്ങിയിട്ടുള്ള ട്രിപ്റ്റോഫാൻ ശരീരത്തിലെ സെറോട്ടോണിൻ്റെ അളവ് ഉയർത്തുന്നു. ഇത് നമ്മുടെ ശരീരത്തിലുള്ള സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. രാത്രി ഭക്ഷണത്തിൻ്റെ സമയത്ത് ഒരു കപ്പ് ചെറുധാന്യ കഞ്ഞിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുന്നവരിൽ മാനസിക സംഘർഷം കുറയുകയും നല്ല ശാന്തമായ ഒരു സ്വഭാവമായിരിക്കുകയും ചെയ്യും. പിന്നെ ക്യാൻസർ തടയാൻ വേണ്ടിയിട്ട് മില്ലറ്റ് സഹായിക്കുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ നല്ലൊരു കലവറയാണ് മില്ലറ്റ്. ഇത് ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട്. സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് മില്ലറ്റ്.
ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മില്ലറ്റ് നല്ലൊരു പ്രതിവിധിയാണ്. പ്രത്യേകിച്ചും ആർത്തവ സംബന്ധമായ അസഹനീയമായ വേദനയ്ക്ക് മില്ലറ്റ് നല്ലൊരു ഉപാധിയാണ്. ഒരുപാട് നാരുകൾ മില്ലറ്റിൽ അടങ്ങിയതുകൊണ്ട് തന്നെ ചെറുധാന്യങ്ങൾ മലബന്ധം തടയുക കൂടെ ചെയ്യുന്നുണ്ട്. ഗർഭിണികൾക്കും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും എല്ലാം മില്ലറ്റ് ധാരാളം ഉപയോഗിക്കാം. മുലപ്പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റാഗി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം ഇവയൊക്കെ തടയാൻ വേണ്ടിയിട്ടും മില്ലറ്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ മില്ലറ്റിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ സമ്പുഷ്ടമാണ് മില്ലറ്റ്. ഇനി നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ്റെ അളവ് ലഭിക്കുന്നത് കുറവായിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മില്ലറ്റുകൾ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് തരാനും മില്ലറ്റ് സഹായിക്കുന്നുണ്ട്. ലൈസിൻ, പ്രോലീൻ എന്നീ അമിനോ ആസിഡുകൾ മില്ലറ്റിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ കൊളാജൻ സൃഷ്ടിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ചർമ്മത്തിൻ്റെ കോശങ്ങൾക്ക് മികച്ച ഘടന നൽകുന്നു. അതുകൊണ്ട് തന്നെ മില്ലറ്റ് കഴിക്കുന്നവരിൽ കൊളാജൻ നല്ല ഹെൽത്തി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചുളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുറയും. അങ്ങനെ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികത മെച്ചപ്പെടും. മില്ലറ്റ് കഴിക്കുന്നത് മൂലം ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കട്ട പിടിക്കുന്നത് തടയാനും ഇത് രക്തത്തിനെ നേർത്തതാക്കാനും അതുവഴി ഹൃദയധമനി ഡിസോർഡേഴ്സ് ഇവ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ മില്ലറ്റിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ചില മില്ലറ്റുകൾ പരിചയപ്പെടാം. ഒരുപാട് ടൈപ്പ് മില്ലറ്റുകൾ അവൈലബിൾ ആണ്. കൂവരക്, സ്വർഗം, ബജ്ര, കോഡോ മില്ലറ്റ്, ചാമ, തിന, വരക്, ബാർലി എന്നിങ്ങനെ ഒട്ടേറെയുണ്ട് മില്ലറ്റുകൾ. കാഴ്ചയിൽ ചെറുതാണിത്, എന്നാലോ ഇവ നൽകുന്ന ആരോഗ്യ സുരക്ഷ അത് വലുത് തന്നെയാണ്. അരി, ഗോതമ്പ് ഇവയെ അപേക്ഷിച്ച് ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, ഭക്ഷ്യനാര്, ധാതു ലവണങ്ങൾ, ജീവകങ്ങൾ എന്നിവയും കുറഞ്ഞ ഊർജ്ജമൂല്യവുമാണ് ഇവയുടെ പ്രത്യേകത. നമുക്ക് ചില മില്ലറ്റുകളും അവയുടെ ഗുണങ്ങളും നോക്കാം. റാഗി എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. ഫിംഗർ മില്ലറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. കൂവരക്, മുത്താറി, കഞ്ഞിപ്പുല്ല്, പഞ്ഞിപ്പുല്ല് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ചെറുധാന്യമാണ് റാഗി. റാഗിയിൽ കാൽസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. പാവപ്പെട്ടവൻ്റെ പാൽ എന്നാണ് റാഗി അറിയപ്പെടുന്നത്. കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് റാഗി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മുതിർന്നവർ റാഗി ഉപയോഗിക്കാറുണ്ടോ? കാൽസ്യത്തിന് പുറമെ വളരെ ഉയർന്ന അളവിൽ തന്നെ ഇരുമ്പ്, ഫോസ്ഫറസ്, പ്രോട്ടീൻ, നാരുകൾ എന്നിവയും റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതാണ് ബജ്ര, പേൾ മില്ലറ്റ്. കമ്പം എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഒരു മുത്തിൻ്റെ ആകൃതിയിലുള്ളതാണ് ബജ്ര. അപൂരിത കൊഴുപ്പുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ബജ്ര ഹൃദയാരോഗ്യത്തിന് ഫലപ്രദമാണ്. ഇരുമ്പ്, സിങ്ക്, ഭക്ഷ്യനാര്, പ്രോട്ടീൻ ഇവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ബജ്രയിൽ. സ്വർഗം, ചോളം, കാഫിർകോൺ എന്നെല്ലാം അറിയപ്പെടുന്ന ധാന്യമാണ് സ്വർഗം. കുലകുലയായി വളരുന്ന പൂങ്കുലയിൽ വെളുത്ത നിറമുള്ള വിത്തോടുകൂടി ഈ ധാന്യത്തിൽ പ്രോട്ടീനും നാരുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പ് സത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് സ്വർഗത്തിൽ. അതുകൊണ്ട് തന്നെ ഇത് അനീമിയ തടയാനും സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് കോഡോ മില്ലറ്റ്, വരകിലും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഉയർന്ന തോതിൽ തന്നെ പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാണ് വരക്. ചാമ, ലിറ്റിൽ മില്ലറ്റ്, നെല്ലിനൊപ്പം വളരുന്ന കളയാണ് ചാമ. ഉയർന്ന അളവിൽ പ്രോട്ടീൻ, ഭക്ഷ്യനാര്, അപൂരിത കൊഴുപ്പ് ഇവയെല്ലാം അടങ്ങിയതാണ് ചാമ. തിന, ഫോക്സ്ടെയിൽ മില്ലറ്റ്. പക്ഷികൾക്ക് നമ്മൾ സാധാരണ തീറ്റയായി കൊടുക്കാനൊക്കെയാണ് തിന ഉപയോഗിക്കാറ്. എന്നാൽ ഈ തിനയും നമുക്ക് ഉപയോഗിക്കാം. തിനയിലും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അന്നജത്തിൻ്റെ കുറവും നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നതുമാണ് ഈ മില്ലറ്റുകളുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ് മില്ലറ്റുകൾ. ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ചെറുധാന്യങ്ങൾ യോജിച്ചതാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ മില്ലറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ചില മില്ലറ്റുകൾ ഇവയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. മില്ലറ്റിൻ്റെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.